അല്ല പറയുകയാണ് 3 വിഭാഗമാ. ആരാണ് ഖുർആനിന്റെ അവകാശികൾ? 3 വിഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന നിങ്ങളെ ഈ പറയുന്ന എന്നെയും ഇവിടെ ഇറക്കി നിർത്തിയിട്ട് 3ആയി തരം തിരിച്ചാൽ, ABC എന്ന് പറയുന്ന ഒരു 3 ഗ്രൂപ്പായി തരം തിരിച്ച് അള്ളാഹു തന്നെ തരം തിരിച്ചെങ്കിൽ ആ വിഭാഗത്തെ എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാനും നിങ്ങളുമുള്ളത്. ഈ ഏത് വിഭാഗത്തിലായിരിക്കും? ഈ 3 വിഭാഗത്തെയും പറഞ്ഞു തീരുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവേ, ഞാൻ ഖുർആനിന്റെ ആളായി ചമഞ്ഞു നടന്നിരുന്നു. ഖുർആനിന്റെ അവകാശം എനിക്ക് അള്ളാഹു തന്നപ്പോ അത് ഞാൻ ചോദിച്ചിട്ട് തന്നതല്ലോ. ഈ ഖുർആനിന്റെ അവകാശം ചോദിച്ചവരുണ്ടായിരുന്നു. ആരെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പോലും റബ്ബിനോട് ചോദിച്ചു, അള്ളാഹുവേ, ഞാൻ മലപ്പുറം ജില്ലയിലെ ഈശ്വരമംഗലത്തുള്ള ഒരാളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പറഞ്ഞത് ഈശ്വരമംഗലമോ അതുപോലെ മലപ്പുറവും എന്ന് പറഞ്ഞില്ല, ബാക്കി മുഴുവനും പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പറയുന്ന എന്നെ പോലെ നിങ്ങളെ പോലെ സാധാരണക്കാരനായിരുന്നെങ്കിലും ആഗ്രഹിച്ചത് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയാ. ഖുർആനിന്റെ അവകാശിയാകാ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഉമ്മത്താകാ, നമ്മുടെ പ്രവാചകന്മാരെ പോലെ കൊതിച്ചില്ലേ? ലോകാവസാനത്തിന്റെ കാഹളമോടിയിട്ട് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഈ ദുനിയാവിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഖുർആനിന്റെ അവകാശിയല്ലേ? പിന്നെ ഇഞ്ചീലിന് അവിടെ സ്വീകാര്യതയില്ല, പിന്നെ ബൈബിളിന് അവിടെ സ്വീകാര്യതയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, അത് മാത്രമാണ് സഹോദരങ്ങളെ പിന്നെ ഉള്ളത്. അതുകൊണ്ട് ഖുർആനിന്റെ അവകാശികളാകാ പ്രവാചകന്മാര് പോലെ കൊതിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്കൊന്നും കൊടുക്കാത്ത മഹാസൗഭാഗ്യമാണ് എനിക്കും നിങ്ങൾക്കും അല്ല തന്നത്. ആ സമ്മാനമേതാ? ഞാനും നിങ്ങൾ റബ്ബിനോട് ആവശ്യപ്പെടാതെ ഖുർആനിന്റെ അവകാശികളാക്കിയില്ലേ? അതുകൊണ്ട് പെങ്ങള്, അള്ളാന്റെ കലാം വിപ്ലവം സൃഷ്ടിച്ചതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ലോകപ്പ് ചരിത്രം സൃഷ്ടിച്ചതാണ്. ഒരുപാട് പേര് വാക്കിന്റെ വിപ്ലവത്തിലൂടെ, വരയുടെ വിപ്ലവത്തിലൂടെ പടച്ചതമ്പുരാ ഖുർആനിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ, മുട്ടുമടക്കിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധമായ ഖുർആനിന്റെ അവകാശികളാണ് ഞാനും നിങ്ങളും. ഈ ഖുർആൻ മുറുകെ പിടിക്കുമ്പോൾ സഹോദരങ്ങളെ, 3ആയി അല്ലാഹു തരം തിരിച്ച 3 വിഭാഗമേതാ? വിശാലമായി പറയാൻ നമുക്കുള്ള സമയമില്ല. അതുകൊണ്ട് 1ാമത്തെ വിഭാഗത്തെ ഞാൻ പറയട്ടെ. അല്ലാഹു തന്നെ പറയുകയാണ്, മിൻഹും ളാലിമുൽ ലിനഫ്സിഹി. 1ാമത്തെ വിഭാഗം സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവനാണ്, സ്വന്തം ശരീരത്തോട് ഉൽമ കാണിച്ചവനാ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവനാ. 2ാമതല്ല പറയുന്നു, മിൻഹും മുഖ്തസിദ്, മധ്യ നിലപാട് സ്വീകരിച്ചവനാ. 3ാമതല്ല പറയുന്നു, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറിയവനാ, നന്മയിൽ മുന്നേറിയവനാ. സുഹൃതത്തിന്റെ രഥപ്പിലേറിയിട്ട് സൽക്കർമ്മത്തിന് വേണ്ടിയിട്ട് ഓടി നടന്നവനാ. അല്ല പറയുന്ന 3 വിഭാഗത്തെ മറക്കല്ലേ. 1ാമത്തെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവനാണ്, 2ാമത് മധ്യ നിലപാട് സ്വീകരിച്ചവനാണ്, 3ാമത് അല്ലാഹു പറയുന്നു സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറിയവനാ. ഈ 3 വിഭാഗത്തെ അല്ലാഹു അങ്ങ് പരാമർശിക്കുമ്പോ മുഫസ്സിരീങ്ങൾ ആ 3 വിഭാഗത്തിന്റെ അടയാളങ്ങളും കൂടി പറഞ്ഞു. എന്നിട്ട് നാളെ പരലോകത്ത് അവരനുഭവിക്കുന്ന പടച്ചതമ്പുരാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ അവരഭിമുഖീകരിക്കുന്ന ആ ഒരു നിൽപ്പിനെ പറ്റിയിട്ടും അവര് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, ആമുഖമായി ഈ സമാധാനിക്കാനും ആശ്വസിക്കാനും ഒരു ചെറിയ വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടയാളങ്ങൾ പറയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് 3ആയി അല്ലാഹു തരം തിരിച്ചു. 1, സ്വന്തത്തോടെ ഈ ഇരിക്കുന്ന ഇത്രയും പേര് ഖുർആന്റെ അവകാശികളാണ്. ഇതിന് ആരെയും മാറ്റി നിർത്താൻ പറ്റൂല. നമ്മളൊക്കെ ഖുർആനിന്റെ ആളുകളാണ്. ആരെയും മാറ്റി നിർത്തണ്ട. ജുബ്ബ ഇറക്കം നോക്കിയിട്ട് മാറ്റി നിർത്തണ്ട, കൊടിയുടെ നിറം നോക്കിയിട്ട് മാറ്റി നിർത്തണ്ട, തൊപ്പിയുടെ വലിപ്പം നോക്കിയിട്ട് മാറ്റി നിർത്തണ്ട, നിസ്കാരത്തഴമ്പിന്റെ വലിപ്പം നോക്കിയിട്ട് മാറ്റി നിർത്തണ്ട. ഇവിടെ മാറ്റി നിർത്താൻ അള്ളാഹുവിനാണ് അവകാശം. അവൻ മാറ്റി നിർത്തി. ABC അള്ളാഹു മാറ്റി നിർത്തി. 1, മിൻഹും ളാലിമുൽ ലിനഫ്സിഹി, അക്രമം പ്രവർത്തിച്ചവര്.
സ്വന്തത്തോട് ഉൾമ കാണിച്ചവര്. അള്ളാഹ്ക്കൊന്നുമില്ല, പറഞ്ഞ റബ്ബ് പറഞ്ഞ വാക്ക് അവനോട് തന്നെ അക്രമം പ്രവർത്തിച്ചു എന്നാ. നമ്മളിപ്പോ എല്ലാവരും അങ്ങ് നിസ്കരിച്ചെന്ന് വെച്ച് പടച്ചതമ്പുരാൻ എന്തെങ്കിലും നേടാനൊന്നുമില്ല. നമ്മളൊക്കെ കൂടി തീരുമാനിച്ചു, ഇവിടെ 80-75 രാജ്യങ്ങളിൽ നിന്നായി 80 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ താമസിക്കുന്നത് അമേരിക്കൻ കൺട്രിയിൽ 70 രാജ്യങ്ങളിൽ നിന്നായി 75 ലക്ഷത്തോളം 75 രാജ്യങ്ങളിൽ നിന്നായി 80 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ ഇന്ന് അമേരിക്കൻ കൺട്രിയിലുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിൽ. മറക്കരുത്. 72 വയസ്സുകാരനായ രാജ്യത്തിന്റെ 45ാമത്തെ പ്രസിഡന്റായി ശതകോടീശ്വരനായ രാജ്യത്ത് ഇന്നേ വരെ എന്താണ് സംസ്കാരമെന്ന് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഡൊണാൾഡ് ട്രംപ് എന്ന അധികാരി ശതകോടീശ്വരൻ അധികാരത്തിലെത്തിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നുവരെ ഒരു ചെറിയ കമ്പെടുത്ത് വെച്ചിട്ട് അതിൽ ഒരു ചുരിദാറിട്ട് കൊടുത്ത് അതിന്റെ പുറകെ ഓടുന്നവരാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇത്രയും വലിയ സ്ത്രീലമ്പടന ചരിത്രം കണ്ടിട്ടില്ല. ഇത്രയും വലിയ വൃത്തികെട്ടവനെ ലോകം കണ്ടിട്ടില്ല. ആ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ത്രീലമ്പടനായ, സ്ത്രീവിരുദ്ധനായ, ശിശുവിരുദ്ധനായ ആ അമേരിക്കൻ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് 85 ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങളെ അമേരിക്കയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പറയുകയാണ്. ഇനി അമേരിക്കയിൽ നിന്ന് തൂത്തെറിഞ്ഞ്, മ്യാൻമറിൽ നിന്ന് ബുദ്ധ ഭീകരവാദികൾ തൂത്തെറിഞ്ഞ്, ഫലസ്തീനിൽ നിന്ന് യുദ്ധ ഭീകരന്മാരെ തൂത്തെറിഞ്ഞ്, ഇന്ത്യയിൽ നിന്ന് വർഗീയ ഫാസിസ്റ്റുകളെ തൂത്തെറിഞ്ഞ് ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ ശത്രുക്കളായി മുഴുവൻ കുഫാറുകളും വന്നാലും പടച്ചവന്റെ ഉയർച്ചയ്ക്കും അവന്റെ സ്ഥാനമാനത്തിനും ഒരു കോട്ടവും വരാൻ പോകുന്നില്ല. അള്ളാഹുവിന് ഒരു വാട്ടമോ ഒരു ചാട്ടമോ, അള്ളാഹുവിന് ഒരു ഉയർച്ചയോ തളർച്ചയോ ഒന്നും വരാൻ പോകുന്നില്ല. നമ്മൾ നിസ്കരിച്ച് നോമ്പൊടിച്ച് സൽക്കർമ്മം ചെയ്ത നമുക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നമുക്ക് കൊള്ളാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ള പറഞ്ഞ വിഭാഗം ലാലിമുല്ലി നഫ്സിഹി, എടാ നിന്നോട് ചെയ്തു തന്നെ നീ അക്രമം കാണിച്ചിരിക്കാൻ. കള്ള് കുടിക്കുന്നവൻ പറയുന്നു, കണ്ടോ ഞാൻ മുസ്ലിം ഐഡന്റിറ്റി എന്ന് പുറത്തു പോയിരിക്കാൻ. ആർക്കാ ദോഷം? നിനക്കും നിന്റെ വാപ്പാക്കും ദോഷമില്ല, നിന്റെ ഉമ്മാക്കും ദോഷമില്ല, നിന്റെ പടച്ചോനും ദോഷമില്ല, നിന്റെ പ്രവാചകനും ദോഷമില്ല, നിന്റെ കെട്ടിയോക്കും ദോഷമില്ല. നീ തന്നെ അനുഭവിക്കേണ്ടി വരും. പലിശ വാങ്ങി നീ തന്നെ അനുഭവിക്കേണ്ടി വരും. വ്യഭിചരിച്ചു നീ മാത്രം അനുഭവിക്കേണ്ടി വരും. അള്ളാഹ്ക്കൊന്നുമില്ല. ഇതൊക്കെ ചെയ്തെന്ന് വെച്ചിട്ട് പടച്ചോന് ഒന്നും നേടാനുമില്ല, ഒന്നും അള്ളാഹുവിനൊരു കോട്ടവുമില്ല. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗം സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവർ. 2 മുഖ്തസിദ്, മധ്യ നിലപാട് സ്വീകരിച്ചവർ. ചിലപ്പോ ആ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു നമ്മളൊക്കെ. അള്ളാഹു അതില്ലെങ്കിലും പെടുത്തട്ടെ. അടയാളങ്ങൾ പറയാം. 3 സാബിഖും ബിൽ ഖൈറാത്ത് ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ നന്മയിൽ മുന്നേറിയ മഹാരഥന്മാരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആദരണീയനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്മരിക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ഞാൻ ചോദിക്കട്ടെ, ശിഹാബ് തങ്ങളുടെ പേര് പറയാത്ത ഒരു ദിവസം കേരളത്തിലുണ്ടോ? കേരളത്തിലല്ല, ലോകത്തുണ്ടോ? ഒരു ദിവസം ശിഹാബ് തങ്ങളുടെ പേര് പറയാത്ത ദിവസമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അൽഹംദുലില്ലാഹ് ബൈത്തുർ റഹ്മ എന്നല്ലേ, ബൈത്തുർ റഹ്മ എന്ന പേരിൽ എത്രയോ വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ ഭാഗ്യം ചെന്നവരാ. നമ്മളൊക്കെ മരിച്ചുപോയാൽ മക്കളും ഭാര്യയൊക്കെ നെഞ്ചത്തടിച്ച് കരയും, എനിക്കിന്യാരെ എന്ന് പറഞ്ഞാൽ ഞാൻ 2ാം കെട്ടുകാരിയായി പോയി. حي على الفلاح.